പശ്ചിമേഷ്യയെ കാത്തിരിക്കുന്നത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുവാൻ പോന്ന യുദ്ധത്തിന്റെ ഒരു വലിയ ജാഥ തന്നെയാണോ എന്ന കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ ലോകത്തിന് സംശയമുള്ളൂ. ഇസ്രായേലിന്റെ കടന്നാക്രമണങ്ങൾ, ഇസ്രായേലിന്റെ ലെബനനിലേക്കുള്ള, ഗസയിലേക്കുള്ള കടന്നാക്രമണങ്ങൾ തുടങ്ങിയിട്ട് കുറച്ചായി. ഈ ഒരു ആക്രമണത്തിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ഇറാനും ഈ ഒരു യുദ്ധത്തിലേക്ക് നേരിട്ട് കക്ഷി ചേർന്നിരിക്കുന്നത്. ഒറ്റപ്പെടലിന്റെ വേദന എന്താണെന്ന് ഇസ്രായേലിന് ഇതാദ്യമായല്ല മനസ്സിലാക്കുന്നത്. മുൻപ് 7 ദിവസത്തെ ചരിത്രപരമായിട്ടുള്ള ഒരു യുദ്ധം നടന്നു. അന്ന് ആ യുദ്ധത്തിന്റെ നായകനായിരുന്നത് ഈജിപ്തിലെ നാസർ ആയിരുന്നു. നാസറിനെ പരാജയപ്പെടുത്തി ചരിത്രപരമായിട്ടുള്ള വിജയമായിരുന്നു അന്ന് ഇസ്രായേൽ നേടിയത്. എന്നാൽ ഇപ്പോഴും ഇതിന് സമാനമായിട്ട് ഇസ്രായേൽ വളയപ്പെടുകയാണ്. പശ്ചിമേഷ്യയിൽ അറബ് കൺട്രീസിന്റെ ശക്തമായ പ്രാതിനിധ്യത്തിന് മുന്നിൽ ഇസ്രായേൽ മുട്ടുമടക്കുമോ എന്ന കാര്യം മാത്രമേ അറിയാനുള്ളൂ. ഇസ്രായേൽ മുട്ടുമടക്കിയാലും ഇല്ലെങ്കിലും തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ആർക്കും തടയാൻ സാധിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചായിരുന്നു ഇറാന്റെ പ്രതികരണം. ലെബനനിന്റെ പരമോന്നത നേതാവായിരുന്ന നസ്രല്ലയെ വധിച്ചത് ഇസ്രായേൽ ആണ് എന്ന് ലോകം മനസ്സിലാക്കിയത് ഇസ്രായേലിന്റെ സായുധ സന്നദ്ധ സംഘടനയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് മുഖാന്തരമാണ്. ആ ഒരു പോസ്റ്റിന് മുൻപേ നസ്രല്ലയുടെ മരണത്തെക്കുറിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പരന്നിരുന്നു. എന്നാൽ ഒരു ദിവസത്തിന് ശേഷം നസ്രല്ലയുടെ മരണം ഔദ്യോഗികമായിട്ട് ലോക രാജ്യങ്ങളെല്ലാം രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ദീർഘകാലത്തെ മിത്രമായിരുന്ന നസ്രല്ലയുടെ മരണം ആഘാതമായിരുന്നു. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനെ ചൊടിപ്പിക്കുന്ന സംഭവങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട്. ഹമാസ് നേതാവായിരുന്ന ഖനിയ ഈ ഒരു ഇറാന്റെ പരമോന്നതമായിട്ടുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വരുമ്പോൾ, ഇറാന്റെ പുതിയൊരു പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി തെഹ്റാൻ, ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള തെഹ്റാനിൽ വന്നപ്പോൾ അവിടെ ഈ ഒരു ഹനിയ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് ബോംബ് മാസങ്ങൾക്ക് മുൻപേ വെച്ച് ആ ഒരു ബോംബ് സ്ഫോടനത്തിൽ ഹനിയ കൊല്ലപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തതാണ്. അങ്ങേയറ്റം സുരക്ഷാ മാർഗങ്ങൾ ഉണ്ടായിരുന്ന, അങ്ങേയറ്റം സുരക്ഷാ കവചിതമായിട്ടുള്ള ആ ഇടത്ത് പോലും ഇസ്രായേലിന് കടന്നു കയറുവാൻ സാധിച്ചു. ഇസ്രായേലിൽ എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദിന് കടന്നു കയറുവാൻ സാധിച്ചു. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഇറാന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി പറഞ്ഞ ഒരു വാക്യം ഓർക്കേണ്ടത്. ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മേധാവികൾ പോലും ഇസ്രായേലിന്റെ മൊസാദിന്റെ ഡബിൾ ഏജന്റുമാരാണ് എന്നൊരു പ്രസ്താവനയുണ്ട്. അത് ഇവിടുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇറാനുള്ളിൽ നിരവധിയായിട്ടുള്ള ഇസ്രായേൽ ചാരന്മാരുണ്ട് എന്ന കാര്യം ഇതിനോടകം വ്യക്തമാണ്. ആ ചാരന്മാരുടെ എല്ലാം സഹായത്തിന്റെ ഫലമായിട്ടാണ് ഇറാനിൽ പലതരത്തിലുള്ള ഓപ്പറേഷൻസും ഇസ്രായേലിന് മുൻകൂട്ടി നടപ്പാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് നേരിട്ട് ഏകദേശം 100-ൽ പരം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ ഇറാൻ വിന്യസിച്ചത് അല്ലെങ്കിൽ തൊടുത്തുവിട്ടത് എന്നാണ് ഇതിനോടകം അറിയാൻ കഴിയുന്ന വാർത്ത. ഈ ഒരു മിസൈലുകൾ കണ്ടുകൊണ്ട് ഗസയിലെ അഭയാർത്ഥികൾ സന്തോഷിക്കുന്ന ചിത്രങ്ങളൊക്കെ അൽ ജസീറ പുറത്തുവിട്ടിട്ടുണ്ട്. അൽ ജസീറയുടെ ഇത്തരത്തിലുള്ള നയം പൊതുവെ പാലസ്തീൻ അനുകൂലമായിട്ടുള്ള, ഇറാൻ അനുകൂലമായിട്ടുള്ള, മുസ്ലിം അനുകൂലമായിട്ടുള്ള നയമാണ് അൽ ജസീറ പുലർത്തി പോരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഇത്തരത്തിലുള്ള സന്തോഷ പ്രകടനങ്ങളൊക്കെ കൊടുത്തത് എന്ന് വേണം പറയാൻ. പക്ഷേ ഈ ഒരു മിസൈലുകൾക്ക്, ഇറാൻ അയച്ച മിസൈലുകൾക്ക് ഇസ്രായേലിൽ കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇതിനോടകം പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകളിൽ ഭൂരിഭാഗവും ഇസ്രായേലിന്റെ ഏറ്റവും ഉരുക്ക് ശക്തിയായിട്ടുള്ള അയൺ ഡോം ഉപയോഗിച്ചുകൊണ്ട് തൊടുക്കുവാൻ ഇസ്രായേലിന് സാധിച്ചു. ഇസ്രായേൽ അയൺ ഡോം ഉപയോഗിച്ചുകൊണ്ട് ആകാശത്തിൽ വെച്ച് തന്നെ പല മിസൈലുകളെയും ചെറുത്തു നിന്നു. പ്രത്യേകിച്ചും ഈ ഒരു മിസൈലുകൾ അത് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്താൻ ഏകദേശം 15 മിനിറ്റിൽ കൂടുതൽ സമയമെടുക്കും തൊടുത്തു വിട്ടതിന് ശേഷം. കാരണം അത്രയധികം ദൂരമുണ്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ. ഇസ്രായേലിനും ഇറാനും ഇടയിലായിട്ട് ജോർദാൻ ഉണ്ട്, ലെബനൻ ഉണ്ട്, അങ്ങനെ രാജ്യങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ നേരിട്ട് അതിർത്തിയില്ലാത്ത ഇസ്രായേലും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് ഒരു വലിയ കരയുദ്ധത്തിലേക്ക് തന്നെ നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ നടുക്ക് കിടക്കുന്ന ജോർദാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആശയക്കുഴപ്പവുമാണ്, ആശങ്കയാണ്.
അങ്ങനെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് മുന്നിൽ കാണുവാൻ സാധിക്കുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് അയച്ച മിസൈലുകളിൽ ഭൂരിഭാഗവും തകർക്കപ്പെട്ടു. അതിൽ ചിലത് ഇസ്രായേലിന്റെ ഒരു പ്രാന്ത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആൾതാമസമില്ലാത്ത പ്രദേശങ്ങളിലൊക്കെ പതിക്കുകയാണ് ഉണ്ടായത്. 2 കടകൾക്ക് ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൾനാശമൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഇസ്രായേലിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇറാൻ ഏകദേശം 2 മണിക്കൂറുകളോളമാണ് ഇസ്രായേലിനെ മുൾമുനയിൽ നിർത്തിയത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ആക്രമണത്തെ കുറിച്ചുള്ള ഭീതി ഇസ്രായേലിൽ ആകെ പരന്നിരുന്നു. ഇസ്രായേലി ജനതയെ ബങ്കറുകളിലേക്ക്, യുദ്ധത്തിൽ നിന്ന് മിസൈലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബങ്കറുകളിലേക്ക് മാറ്റി പാർപ്പിക്കുന്ന സ്ഥിതി പോലും ഉണ്ടായി. ഈ 2 മണിക്കൂറുകൾ എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഭീതിജനകമായിട്ടുള്ള കാര്യമായിരുന്നു. ഇറാൻ ഒരു ചെറിയ പുള്ളിയല്ല എന്ന് ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയുള്ള ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ തങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന നയമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കീഴിലുള്ള വാർ ക്യാബിനറ്റ് നിലയെടുത്തിരിക്കുന്നത്. ആ ഒരു പ്രസ്താവന ശരിയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇറാൻ ഈ ഒരു ഇസ്രായേലിനെ ആക്രമിക്കാൻ പാടില്ല എന്ന് മുൻകൂട്ടി തന്നെ അമേരിക്ക താക്കീത് കൊടുത്തതാണ്. അങ്ങനെയാണ് എങ്കിൽ ഞങ്ങൾ ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ പ്രേരിതരാകും എന്നൊക്കെ ആകാം അമേരിക്ക ധ്വനിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഈ മിസൈലുകളെ ചെറുക്കുന്ന കാര്യത്തിൽ തന്നെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായം ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോവുകയാണ് എങ്കിൽ ഇറാൻ കുറെ കൂടി വെള്ളം കുടിക്കുന്ന ഒരു ഗതി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏത് തരത്തിലാകും ഇസ്രായേൽ ഇറാനോട് പ്രതികരിക്കുക എന്ന കാര്യത്തിൽ ഒട്ടൊക്കെ അവ്യക്തതകൾ ഉണ്ട് എങ്കിലും അത് തീർച്ചയായിട്ടും ഒരു എയർ സ്ട്രൈക്ക് ആവാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു മിസൈൽ സ്ട്രൈക്ക് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇത്തരത്തിലുള്ള ഒരു യുദ്ധാന്തരീക്ഷം നിലനിൽക്കുമ്പോൾ അത് ലോകത്തെമ്പാടുമുള്ള വിപണികളെ, സമ്പദ്ഘടനകളെ തകിടം മറിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എണ്ണ ഉൽപാദന രാജ്യമാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ ഇറാൻ അങ്ങനെയല്ല, അതൊരു എണ്ണ ഉൽപാദന രാജ്യമാണ്, എണ്ണ കയറ്റുമതി രാജ്യമാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കാര്യമൊക്കെ എടുത്തു നോക്കിയാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്നത് പണ്ട് കാലം തൊട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്താണ്. ഇസ്രായേൽ അങ്ങനെയല്ല. കാർഗിൽ വാറിന് ശേഷം മാത്രമാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇസ്രായേലുമായിട്ട് തുടങ്ങുന്നത്. പക്ഷെ അതിനൊക്കെ എത്രയോ കാലം മുൻപ്, ചരിത്രാതീത കാലം തൊട്ടൊക്കെ ഇറാനുമായിട്ട് ഇന്ത്യക്ക് ബന്ധങ്ങളുണ്ട്, കച്ചവട ബന്ധങ്ങൾ തന്നെ ഉണ്ട്. അങ്ങനെ ഉള്ളപ്പോഴാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ചങ്ങാത്തം കൂടുതൽ ശക്തപ്പെടുന്ന ഈ ഒരു സമയത്ത് ഇറാൻ ഈ അടുത്ത നാളുകളിൽ ശക്തമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റിനെ വിമർശിക്കുന്ന ഒരു കാര്യം വന്നിരുന്നു, ജമ്മു കാശ്മീരിന്റെ വിഷയമൊക്കെ എടുത്തുയർത്തിക്കൊണ്ട്. അങ്ങനെ ഇറാൻ നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇസ്രായേൽ നമ്മളുമായി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പരിതസ്ഥിതിയിൽ ഇറാനുമായിട്ടുണ്ടാകുന്ന ഏതൊരു യുദ്ധത്തെയും ഇസ്രായേലിനും ഇന്ത്യക്കും ഒരേപോലെ അങ്ങേയറ്റം ചിന്തനീയമായിട്ടുള്ള കാര്യമാണ്. ഇറാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യങ്ങളിലുള്ള നമ്മുടെ പൗരന്മാരെ സുരക്ഷിതരാക്കുക എന്നൊരു മുൻകരുതലാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിനോടകം തന്നെ ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് ശ്രദ്ധ പാലിക്കണമെന്ന് നമ്മുടെ എംബസികൾ മാർഗനിർദ്ദേശം കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇറാനിലേക്ക് പോകാൻ ആരെങ്കിലും ഒരുമ്പെടുന്നുണ്ട് എങ്കിൽ ആ ഒരു യാത്ര പരമാവധി മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ മാറ്റിവെക്കുക. അത്ര അർജന്റ് ആണെങ്കിൽ മാത്രമേ ഇറാനിലേക്ക് പോകാൻ പാടുള്ളൂ എന്നൊരു മാർഗനിർദ്ദേശവും നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ പൗരന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് നോക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇറാന്റെയും ഇസ്രായേലിന്റെയും കൈവശമുള്ള സൈനിക ശേഷിയുടെ ആയുധങ്ങളുടെ, ഹെലികോപ്റ്ററുകളുടെ, പ്ലെയിനുകളുടെ, യുദ്ധവിമാനങ്ങളുടെ ഒക്കെ, മിസൈലുകളുടെ ഒക്കെ ഒരു സ്ഥിതി വിവര കണക്കാണ്. നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. അതായത് ഇറാന്റെയും ഇസ്രായേലിന്റെയും ലാൻഡ് പവറുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അത് മറ്റൊന്നുമല്ല, ഇറാന് 14 ഗ്ലോബൽ റാങ്കിംഗ് ഉള്ളപ്പോൾ ഇസ്രായേലിന് അത് 17ആണ്. ന്യൂക്ലിയർ വെപ്പൺസിന്റെ കാര്യത്തിൽ ഇറാന് ഒരു തരത്തിലുള്ള ന്യൂക്ലിയർ വെപ്പണുകളുമില്ല. അതേസമയം ഇസ്രായേലിന് 90 ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. ആക്റ്റീവ് പേഴ്സണൽ കാര്യത്തിലാണെങ്കിൽ 6,10,000 ഇറാന്റെ ഒരു ആൾബലം എന്നത്. അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് 1,70,70,000. റിസർവ് പേഴ്സണലിനെ സംബന്ധിച്ചാണെങ്കിൽ
3,50,000 ഇറാന്റെ റിസർവ് പേഴ്സണൽ എന്ന് പറയുന്നത്. അതേസമയം അത് ഇസ്രായേലിനെ സംബന്ധിച്ചാണെങ്കിൽ 4,65,000 രൂപയാണ്, 65,000. പാർലമെന്ററി ഫോഴ്സ് എന്ന് പറയുന്നത് ഇസ്രായേലിന് 35,000. ഇറാനെ സംബന്ധിച്ചിടത്തോളം 2,20,000. ടാങ്ക്സ് ഇറാന് 1,996. ഇസ്രായേലിന് 1,370. ആർമഡ് വെഹിക്കിൾസിന്റെ കാര്യത്തിൽ ഇറാന് 65,765, ഇസ്രായേലിന് 43,407. സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറിയുടെ കാര്യത്തിലാണെങ്കിൽ ഇറാന് 580, ഇസ്രായേലിന് 650. ടൗഡ് ആർട്ടിലറിയുടെ കാര്യത്തിലാണെങ്കിൽ 2,050 ഇറാന്റെ ശേഷി, അതേസമയം 300 ഇസ്രായേലിന്റെ ശേഷി. റോക്കറ്റ് പ്രൊജക്ടേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് 775, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് 150. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് ശക്തികളും ഏതാണ്ടൊക്കെ തുല്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്, ഏതാണ്ടൊക്കെ. പക്ഷേ ഈ ലാൻഡ് ഫോഴ്സിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ലാൻഡ് പവറിന്റെ കമ്പാരിസന്റെ കാര്യത്തിൽ ഒക്കെ നോക്കുമ്പോൾ ഇസ്രായേലിനേക്കാൾ ഒരു പടി മുന്നിട്ട് നിൽക്കുന്നത് ഇറാൻ ആണെന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഇസ്രായേലിന്റെ യുദ്ധതന്ത്രങ്ങളോളം വരില്ല ഇറാന്റെ യുദ്ധതന്ത്രങ്ങൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇസ്രായേലിന്റെ പിന്നിൽ അമേരിക്ക ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്. ഇറാന്റെ പിന്നിൽ അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു പിന്താങ്ങൽ ഉണ്ട് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇറാൻ ഒരു മുസ്ലിം വിഭാഗത്തിൽ തന്നെ ഒരു കുറച്ചൊന്ന് വേറിട്ട് നിൽക്കുന്ന ഷിയ മുസ്ലിമുകളുടെ ഒരു പ്രതിനിധിയാണ്. അപ്പോൾ ഇത്തരത്തിലെല്ലാം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധമുണ്ടായാൽ അത് സർവനാശത്തിലേക്കാണ് നയിക്കുക എന്നതാണ്. അതേപോലെ തന്നെ എണ്ണപ്പാടങ്ങളുള്ള ഒരു നാടാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എയർ സ്ട്രൈക്കുകൾ ഉണ്ടായാൽ അത് അവരുടെ എണ്ണപ്പാടങ്ങളെല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ആ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ ഇറാനിലുണ്ട്. നിങ്ങളുടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾക്കെതിരെ വരെ ഞങ്ങൾ ആക്രമണം നടത്തുമെന്നൊരു മുന്നറിയിപ്പ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ നമുക്കറിയാം ചെർണോബിലൊക്കെ സംഭവിച്ച കാര്യങ്ങൾ, അവിടെ ഉണ്ടായിട്ടുള്ള ആണവ ഊർജ നിലയങ്ങളുടെ തകർച്ച ആ ഒരു നാടിനെ തന്നെ ഇല്ലാതാക്കി. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഇറാൻ എന്ന് പറയുന്ന ഭൂപ്രദേശം തന്നെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പുതിയ ഭൗമ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ ഗതി എങ്ങോട്ടാണ് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നതാണ്. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും അമർത്തുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായി രേഖപ്പെടുത്തുക.